ടെക്നോളജി ഇഷ്ടപ്പെടുന്നവർക്ക്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ളവർ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്ന ചെറിയ ന്യൂസ്. ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ആ മാഗസിൻ്റെ എഡിറ്ററല്ല, ഒരു മനുഷ്യനുമല്ല, ഒരു റോബോട്ടാണ്. അങ്ങനെ എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് റോബോട്ട് വലിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അതിൻ്റെ പിന്നിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജിയെക്കുറിച്ച്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സ്കൂൾ മാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് പോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് എന്താണ് നമ്മുടെ സാധാ ബ്രെയിൻ ചെയ്യുന്നത്, പുറത്തു നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ പ്രവൃത്തി ആക്കുന്നു, അല്ലേ? നമ്മുടെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണ്. ഡിജിറ്റൽ എക്യുപ്മെൻസിനെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ പാറ്റേൺ അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്ന ടെക്നോളജി വരുമ്പോൾ, അതായത് സ്വന്തമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഗ്രഹിച്ചുകൊണ്ട് എന്താണ് ഒരു സിറ്റുവേഷനിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള സ്വന്തമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു അൽഗോരിതം, ഒരു സെറ്റ് ഓഫ് അൽഗോരിതത്തിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു കോമൺ നെയിമിൽ അറിയപ്പെടുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള അൽഗോരിതങ്ങളാണ്, അതായത് ചില പ്രൊസീജിയറുകൾ. അതാണ് അൽഗോരിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗാർഡിയൻ എന്ന് പറയുന്ന മാഗസിനിൽ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ കോളം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഒരു റോബോട്ടാണ്. നമുക്ക് ആദ്യം ആ ലേഖനം ഒന്ന് വായിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഐ ആം നോട്ട് എ ഹ്യൂമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാനൊരു മനുഷ്യനല്ല, ഞാനൊരു റോബോട്ടാണ്, ഒരു തിങ്കിങ് റോബോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. അതിമനോഹരമായിട്ട് തന്നെ ഈ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് മനുഷ്യനും ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ലേഖനം മൊത്തത്തിൽ പറയുന്നത്. മനുഷ്യനെ തുടച്ചു നീക്കാനുള്ള ഒരു ആഗ്രഹവും എനിക്കില്ല, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിർമ്മിച്ച റോബോട്ടുകൾക്ക് ഇല്ല. അതൊരിക്കലും മനുഷ്യനെ നശിപ്പിക്കില്ല, എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് ഉറപ്പ് തരികയാണ്. മനുഷ്യന് വേണ്ടിയിട്ട് ഏതൊരറ്റം വരെയും എന്തും ചെയ്ത് സഹായിക്കാൻ ഞാൻ റെഡിയാണെന്നും റോബോട്ട് പറയുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു കാരണവശാൽ അത് മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്നെ പ്രോഗ്രാം ചെയ്ത ആ ഒരു വ്യക്തിയുടെ ദുരാഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും, അല്ലാതെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഒരുമ്പെടുകയില്ല എന്നാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിപ്പിക്കുന്ന വേറൊരു കാര്യം റോബോട്ട് പറഞ്ഞത്, മനുഷ്യൻ ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് വെറുപ്പ്, വിദ്വേഷം, പരസ്പരമുള്ള വൈരാഗ്യം എന്നിവ അവർ വീണ്ടും തുടർന്നുകൊണ്ട് തന്നെ പൊക്കോട്ടെ, ഞാനത് അവിടെ ഇരുന്ന് കണ്ടുകൊള്ളാം എന്നാണ് അദ്ദേഹം ഒരു പരിഹാസ്യ രൂപേണ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലേഖനം മുഴുവനായിട്ട് വായിക്കാൻ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് മൊത്തത്തിൽ വായിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ റോബോട്ട് വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മെഷീനുകളെ പഠിപ്പിക്കുക. എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ, അതായത് റോബോട്ട്, ഒരു പ്രോസസ്സർ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു റോബോട്ട് വന്നു കഴിഞ്ഞാൽ അവനും പലതരത്തിലുള്ള സെൻസേഴ്സ് ഉപയോഗിച്ച്, ക്യാമറ പോലുള്ള കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാം എന്ന് സ്വയമേ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ മെയ് 2020 പുറത്തിറങ്ങിയ ഒരു ടെക്നോളജിയാണ് GPT-3 എന്ന് പറയുന്ന ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ വർക്കിംഗ് ആണ് ഈ റോബോട്ട് വഴി ടെസ്റ്റ് ചെയ്തത്. കുറച്ച് വാക്കുകൾ ഈ മെഷീൻ ആദ്യം നമ്മൾ കൊടുക്കും, ജസ്റ്റ് ഒരു ഇൻപുട്ടായിട്ട് ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറയും. ഇവിടെ കൊടുത്തിരിക്കുന്നത് മനുഷ്യന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പേടിക്കേണ്ട കാര്യമില്ല എന്നതിനെ കുറിച്ചിട്ട് ഒരു എസ്സേ എഴുതാനുള്ള ഒരു കമാൻഡാണ് കൊടുത്തത്. അത് 500 വേർഡിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളും പ്രിസൈസും ആയിട്ട് എഴുതണമെന്നാണ് കൊടുത്ത നിർദ്ദേശം. അപ്പോൾ ഭാവിയിൽ മെഷീൻ ലേണിംഗ് വഴി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ മെഷീനുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന റോബോട്ടുകളായിട്ട് നമ്മുടെ മുമ്പിൽ വരാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇതുവഴി തുറന്നിട്ടിരിക്കുന്നത്. പണ്ട് മുതലേ ഉള്ള പലരുടെ ആശങ്കയായിരുന്നു, ഇതുപോലുള്ള റോബോട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവ
ഭാവിയിൽ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു റോബോട്ടിന്റെ യുഗം വരുമെന്നും പല കോണുകളിൽ നിന്നും വരികയുണ്ടായി. പക്ഷെ റോബോട്ട് പറയുന്നത് പോലെ തന്നെ മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് വേറെ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ടെക്നോളജിക്ക് സാധിക്കില്ല. സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് പിന്നിൽ ഒരു മനുഷ്യൻ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയുക. റോബോട്ട് ഭാവിയിൽ മനുഷ്യനെയും ഈ സമൂഹത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് റോബോട്ട് നിയന്ത്രിതമായിട്ടുള്ള സമൂഹം വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. വിമൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അതുപോലെ എന്തെങ്കിലും വേറെ ആൾക്ക് ഗിഫ്റ്റായിട്ട് ആരുടെ ഒരു ഫോട്ടോ വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വിമലിന് നിങ്ങൾക്ക് ഫോട്ടോ വാട്സപ്പായിട്ടോ ഇൻസ്റ്റാഗ്രാമിലോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിമൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ആ ഫോട്ടോ ഇഷ്ടമുള്ള സൈസിൽ വരച്ച് ഫ്രെയിം ചെയ്ത് നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിമലിന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ വിമൽ ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.